ഇന്ന് നമുക്ക് ട്രെൻഡിങ് ആയി നിൽക്കണം ക്രോപ്പ് ടോപ്പും പലാസോ പാൻറ്റും ഒരു ജാക്കറ്റും ചെയ്താലോ. പലാസോ പാൻറ്റിന്റെ വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. ഇത് പണ്ടുണ്ടായിരുന്ന ഒരു ചുരിദാർ സെറ്റാണ് കേട്ടോ, ഞാനത് അഴിച്ചു പണിതാണ് ഇങ്ങനെ ആക്കിയാക്കണം. അപ്പോൾ ഞാൻ അതിനാകെ പുറത്തുനിന്ന് വാങ്ങിച്ചാക്കണത് 1 മീറ്റർ ഈ ക്ലോത്താണ് കേട്ടോ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ വേറെ ഒരു മെഷർമെൻറ്റ് ഞാൻ എടുക്കുന്നില്ല. ഒരു ബ്ലൗസും ഒരു ടീഷർട്ടും വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇതിൻ്റെ അളവ് നോക്കിയിരിക്കുന്നത്. ഒരു ചുരിദാർ വെച്ചിട്ടാണെങ്കിൽ നമുക്ക് ചെയ്യാം, പക്ഷേ ടീഷർട്ടും ഞാനൊന്ന് ഇപ്പോൾ എടുത്തുനിന്ന് മാത്രമേ ഉള്ളൂ. അളവില്ല എന്ന് പറഞ്ഞാൽ ഞാൻ വേണമെങ്കിൽ ഇവിടെ സൈഡിൽ ഞാൻ എഴുതി കാണിക്കാം കേട്ടോ. ഇനിയിപ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ അങ്ങനെ പറ്റിയെന്ന് വരില്ല. അപ്പോൾ നമുക്കൊരു സ്ലീവ്ലെസ് ബ്ലൗസ് എടുക്കുകയാണെങ്കിൽ അതാണ് കുറച്ചും കൂടി നല്ലത്. ഇതിൻ്റെ ഷോൾഡർ 5.5 ഞാനിവിടെ 1 ഇഞ്ച് കൂട്ടി 6.5 എടുക്കുന്നുണ്ട്. ക്രോപ്പ് ടോപ്പ് ആണല്ലോ, അപ്പോൾ ഷോൾഡർ അങ്ങനെ കയറിയിരുന്നാൽ ശരിയാവില്ല എന്ന് വിചാരിച്ചിട്ടാണ്. ക്രോപ്പ് ടോപ്പ് ആയതുകൊണ്ട് തന്നെ കഴുത്തിൻ്റെ ഇറക്കം ഞാനിവിടെ വളരെ കുറവാണ് എടുക്കുന്നത്. ഫ്രണ്ട് ഇറക്കം ഒരു 5.5, ബാക്കിൽ ഒരു 6.5 അത്രയൊക്കെ എടുത്താൽ മതിയാവും. സാധാ ഒരു ചുരിദാറിന് എടുക്കുന്ന ഇറക്കമാണ് ഞാൻ കഴുത്തിന് എടുത്തിരിക്കുന്നത്. കൈക്കുഴിയുടെ ലെങ്ത് എടുക്കുന്നത് ഇവിടെ ഒരു 5.5 ഇഞ്ചാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. കാരണം ക്രോപ്പ് ടോപ്പ് ആണല്ലോ, നമുക്ക് കഷമൊന്നും അധികം കാണാൻ പാടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു 5.5 ഇഞ്ച് ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് തയ്യൽ തുമ്പോട് കൂടിയാണെങ്കിൽ 6 ഇഞ്ച് എടുക്കാം. അപ്പോൾ 1/2 ഇഞ്ച് കൂടി കൂട്ടി എടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ബാൻഡിൻ്റെ വീതി ഒരു 2-2.5 ഇഞ്ചൊക്കെ എനിക്ക് കിട്ടിയാൽ മതി. അപ്പോൾ ഞാൻ അതെടുത്തതിന് ശേഷം ബാലൻസ് മുഴുവനും ഞാൻ ബാക്കി കഴുത്തിൻ്റെ അകലം കേട്ടോ ഞാനിവിടെ എടുക്കുന്നത്. 1 ഇഞ്ച് കൂട്ടിയിട്ട് 3.5 ഇഞ്ചാണ് ഞാനിവിടെ ബാൻഡിൻ്റെ അളവ് എടുത്തിരിക്കുന്നത്. ബാലൻസ് മുഴുവനും ഞാൻ കഴുത്തകലമായിട്ട് എടുത്താക്കിയാണ്. പിന്നെ ഇതേപോലെ നമുക്ക് ടീഷർട്ട് വെച്ചിട്ട് ആം ഹോൾ ലെങ്ത് ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും കേട്ടോ. നമുക്ക് നല്ല കറക്റ്റ് അളവായിട്ടുള്ള ടീഷർട്ട് ആണെങ്കിലേ പറ്റുള്ളൂ, ലൂസ് ടീഷർട്ടും കൊണ്ടൊന്നും പറ്റില്ല കേട്ടോ. ഇനി ക്രോപ്പ് ടോപ്പിൻ്റെ ഇറക്കം നമുക്ക് ബ്ലൗസിന് ഒരു 14 തുടങ്ങി 15 ഒക്കെ മതി. നമുക്കിവിടെ ഒരു 17 ഇറക്കം ഞാനിവിടെ എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ബാക്കാണ് ഞാൻ ആദ്യം തന്നെ ചെയ്യുന്നത്, അപ്പോൾ അതിന് ഞാനൊരു 17 ഇറക്കം ഞാൻ എടുക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം, ടീഷർട്ടും ബ്ലൗസൊക്കെ വെച്ചിട്ട് അടയാളപ്പെടുത്തിക്കൊണ്ട് തന്നെ ഞാൻ എക്സ്ട്രാ ഒരു 1 ഇഞ്ച് ഞാൻ തയ്യൽ തുമ്പ് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്കങ്ങനെ ഫിറ്റായി പോകരുതല്ലോ. അപ്പോൾ നമ്മുടെ നോർമൽ മെഷർമെൻറ്റിൽ നിന്ന് കുറച്ചിതിന് കുറവായിരിക്കുള്ളൂ. അപ്പോൾ അത് ഞാൻ നോർമൽ മെഷർമെൻറ്റ് ആക്കുന്നുണ്ട്. ഒരു 1 ഇഞ്ച് മുതൽ 1/2 ഇഞ്ച് വരെ ഞാൻ തയ്യൽ തുമ്പ് കൊടുത്തിട്ട് നോർമൽ മെഷർമെൻറ്റ് ഞാൻ ആക്കുന്നുണ്ട് കേട്ടോ. ഇതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് മെഷർമെൻ്റ് ഒന്നും എടുക്കാതെ തന്നെ നമ്മുടെ ടോപ്പോ വേറെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് തന്നെ നമുക്കിത് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഞാനിവിടെ പറയുന്നത്. വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായല്ലേ ഞാൻ ഇവിടെ കുറച്ചും കൂടി തയ്യൽ തുമ്പ് കൂട്ടിയെടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം. ഇനി നമുക്കിത് ഇവിടെ 1 ഇഞ്ച് ആർച്ചിൻ്റെ ലെങ്ത്ത് കൊടുത്തതിന് ശേഷം നമുക്കിവിടെ കൈയുടെ ആർച്ച് നമുക്ക് വരച്ചെടുക്കാം കേട്ടോ. ഞാനാദ്യം ഇവിടെ ഫ്രണ്ട് കഴുത്ത് വരച്ചു പോയതാണ്. അതിനുശേഷം ഞാനത് മാച്ചിട്ട് ഇത് ബാക്ക് കഴുത്താക്കി. നോർമൽ റൗണ്ട് കഴുത്താണ് ഞാനിവിടെ എടുക്കുന്നത്. ബാക്ക് അത് മതിയാവുമല്ലോ, നോർമൽ റൗണ്ട് കഴുത്ത്. നമുക്ക് വേണമെങ്കിൽ സ്ക്വയർ എന്തെങ്കിലും ചെയ്യാം. നമുക്കിത് ഓവർകോട്ട് വരുമ്പോൾ നമുക്കിത് കാണില്ല. പിന്നെ നമുക്കിത് പലാസോൻ്റെ കൂടെ മാത്രമല്ല, നമുക്കിത് സാരിയുടെ കൂടെ വേണമെങ്കിൽ നമുക്കിത് പെയർ ചെയ്ത് യൂസ് ചെയ്യാം കേട്ടോ. സ്കേർട്ടിൻ്റെ കൂടെ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഒരു 4 ഇഞ്ച് ഷോൾഡർ സ്റ്റോപ്പ് കൊടുക്കണം കേട്ടോ. അതിനുശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇനി ബാക്ക് വെട്ടിയത് ഇതേപോലെ ക്ലോത്തിൽ വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഫ്രണ്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിങ്ങനെ കറക്റ്റ് ചെയ്ത് ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്രണ്ടിന് ആകെ ഒരു പ്രത്യേകത ഉള്ളൂ. നമ്മൾക്ക് 2 മുതൽ 5 ഇഞ്ച് വരെ നമുക്ക് കൂട്ടിയെടുക്കണം. നമുക്കൊരു ഫ്രണ്ടിലൊരു ചെറിയൊരു ഡിസൈൻ പോലെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 2 ഇഞ്ചാണെങ്കിൽ വളരെ കുറവ് ഫ്രില്ല് മാത്രമേ ഉണ്ടാവുള്ളൂ. ഞാനിവിടെ ഒരു 5 ഇഞ്ച് ഞാൻ കൂട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ചോക്ക് കൊണ്ട് ബാക്കി എല്ലാ മെഷർമെൻറ്റും അതിനകത്ത് അടയാളപ്പെടുത്തി കൊടുക്കാം. പിന്നെ ഫ്രണ്ട് കൈക്കുഴി നമുക്കൊരു 1/2 ഇഞ്ച് ഉള്ളിലേക്ക് വെട്ടി കൊടുക്കണം. അത് നമ്മളിത് എടുത്ത് മാറ്റിയതിന് ശേഷം നമുക്കത് ചെയ്യാം കേട്ടോ. കഴുത്തിൻ്റെ ലെങ്ത്തും കാര്യങ്ങളെല്ലാം നമുക്ക് ഇതേപോലെ തന്നെ അടയാളപ്പെടുത്തി കൊടുക്കാം. പിന്നെ ഫ്രണ്ട് കഴുത്തിൻ്റെ ലെങ്ത്ത് എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്കൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. ഫ്രണ്ടിൽ ഞാൻ സ്ക്വയർ വി ആണ് ചെയ്യണത്. അപ്പോൾ ഞാൻ ഫുൾ ലെങ്ത്ത് എടുത്തതിന് ശേഷം 1 ഇഞ്ച് മുകളിലേക്ക് കയറ്റി കൊടുത്തിട്ടാണ് ആ സ്ക്വയർ വി ഞാൻ ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ക്രോപ്പ് ടോപ്പിൻ്റെ ഫ്രണ്ട് നമുക്ക് ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇനി ഷഗ് തയ്ക്കാൻ വേണ്ടിയിട്ട് ഷോൾ ഇതേപോലെ 2ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. മുകളിൽ നിന്ന് ഒരു 13 ഇഞ്ച് എടുക്കുക. അതിനുശേഷം സൈഡിലേക്ക് ഒരു 10 ഇഞ്ച് എടുക്കുക. ആ 10 ഇഞ്ചിൽ നിന്ന് താഴേക്ക് ഒരു 6 ഇഞ്ച് എടുക്കുക. അത് ഇതേപോലെ ഒരു ഓവൽ ഷേപ്പിൽ നമുക്ക് വരച്ചു കൊടുക്കുക. ഇതാണ് നമ്മളുടെ സ്ലീവ് കേട്ടോ. കൈ കയറാൻ വേണ്ടിയിട്ട് ഒരു 6 ഇഞ്ച്, ഒരു 7 ഇഞ്ച്, നല്ല തടിയുള്ളവരാണെങ്കിൽ ഒരു 7 ഇഞ്ച് വരെ നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം. ഇനി താഴ്ഭാഗത്തേക്ക് ഫ്രണ്ട് സൈഡിലേക്ക് കർവ് ചെയ്തത് ഇതേപോലെ നമുക്ക് ക്ലോത്ത് എടുത്ത് സൈഡ് ബൈ സൈഡായിട്ട് മടക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും എവിടെ തുടങ്ങി എവിടം വരെ നമുക്ക് ഇതേപോലെ കോണായിട്ട് മടക്കാമെന്ന്. ആ മടക്കലല്ല, നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ വരച്ചു കൊടുക്കുക. അവിടെ നിന്ന് തുടങ്ങിയാണ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. സ്ക്വയർ ആണല്ലോ നമ്മുടെ ക്ലോത്ത്, അത് നമ്മൾ ഇതേപോലെ റൗണ്ട് ചെയ്ത് വെട്ടി കൊടുക്കുന്നത് ബാക്കിൽ ഇതേപോലെ തൂങ്ങിക്കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്.
ഓവൽ പോലെ കട്ട് ചെയ്ത് വശമുണ്ടല്ലോ അത് നമുക്ക് ഇതേപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് അടിക്കാം. വളരെ കുറവ് മാത്രമേ അവിടെ മടക്കി അടിക്കാൻ ഉണ്ടാവുള്ളൂ. ലോക്ക് ചെയ്യാൻ പറ്റണമെങ്കിൽ ലോക്ക് ചെയ്യാം. ഇതേക്ക് കണ്ടില്ലേ, നമ്മൾക്ക് ഇതേപോലെ നിന്നാണ് വെള്ളാട്ട പോക്കറിൻ്റെ പോലത്തെ ഓവർകോട്ട് നമുക്ക് കിട്ടും. ഇനി നമുക്ക് നമ്മുടെ ക്രോപ്പ് ടോപ്പ് റെഡിയാക്കാം. അപ്പോൾ അതിന് ഇതേപോലെ ഞാൻ ക്രോസ് പീസ് എടുത്തിട്ട് നമ്മൾ ഇതേപോലെ സ്ക്വയർ വി കഴുത്തടിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതേപോലെയാണ് ഇവിടെ ചെയ്യണത്. സ്ക്വയർ കഴുത്ത് തയ്ക്കുമ്പോൾ നമ്മൾ ഇതേപോലെ ചെറിയ മടക്കിട്ട് കൊടുക്കുമല്ലോ, അപ്പോൾ നമ്മുടെ കഴുത്ത് നല്ല കറക്റ്റായിട്ട് കിട്ടും. ഞാൻ ബാക്ക് കഴുത്തും ഇതേപോലെ തന്നെ ക്രോസ് പീസ് വെച്ച് ചെയ്യുന്നുണ്ട്. ഇനി ഞാനൊന്ന് തുന്നിയെടുക്കുന്നുണ്ട് കേട്ടോ, എന്നിട്ടാണ് ഞാനത് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കഴുത്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഫ്രണ്ട് പീസ് ഇതേപോലെ നിവർത്തിയിട്ടതിന് ശേഷം ബാക്ക് പീസ് അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെക്കാം. നമുക്കൊരു അളവ് നോക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ബാക്ക് പീസിൻ്റെ അളവ് എനിക്കിവിടെ ഒരു 10 ഇഞ്ച് ഇറക്കം കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ഇറക്കത്തിൽ നമ്മൾക്കൊരു ഇലാസ്റ്റിക് എടുക്കാം. ഇലാസ്റ്റിക്കിൻ്റെ ഇറക്കം 11 ഇഞ്ച് ഉണ്ട്. 1 ഇഞ്ച് നമുക്ക് വേണമെങ്കിൽ കൂടുതൽ എടുക്കാം, കൂട്ടിയെടുക്കാം. കാരണം നമുക്ക് മുകളിലും അടിയിൽ ഇതേപോലെ കുറേശ്ശെ ഇറക്കം കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇലാസ്റ്റിക് നല്ല പെർഫെക്റ്റ് ആയിട്ട് അവിടെ ഇരുന്നോളൂ. അതിന് വേണ്ടിയിട്ടാണ് ഫ്രണ്ട് പീസ് ഇലാസ്റ്റിക് വെച്ച് നമ്മൾ ചുരുക്കിയിട്ട് ഈ ബാക്ക് പീസിൽ നമുക്ക് അറ്റാച്ച് ചെയ്യണം. അപ്പോൾ ആ ഒരു അളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇലാസ്റ്റിക് വെച്ച് ഇവിടെ ചെയ്യണത്. അപ്പോൾ മുകൾ ഭാഗം ഇതേപോലെ 1/4 ഇഞ്ച് വിട്ടതിന് ശേഷം ഒരു പിന്ന് കുത്തി കൊടുക്കുക. താഴ്ഭാഗം ഇതേപോലെ തന്നെ കുറച്ച് വിട്ടതിന് ശേഷം നമുക്ക് മുട്ട് സൂചി കുത്തി കൊടുക്കാം. നിങ്ങൾക്കൊക്കെ അറിയാൻ പറ്റും, ഇലാസ്റ്റിക് ഇതേപോലെ കറക്റ്റായിട്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മിഷ്യത്തിൽ കയറ്റി വലിച്ചു പിടിക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ അവിടെ മുകളിൽ ഒരു 1/2 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 1/4 ഇഞ്ച് വിടുന്നത് കേട്ടോ. മുട്ടുസൂചി കുത്തി കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ഇതേപോലെ മിഷ്യത്തിൽ വെച്ച് തയ്ച്ചെടുക്കാനായിട്ട് വളരെ എളുപ്പമായിരിക്കുള്ളൂ. സൂചി കുത്തിയതിന് ശേഷം ആ മുട്ടുസൂചി ഇതേപോലെ ഊരിയെടുക്കുക. അതിനുശേഷം വലിച്ചു പിടിച്ചിട്ട് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ടിൽ നല്ല കറക്റ്റ് ഫ്രില്ല് കിട്ടുകയും ചെയ്യും. നമുക്ക് നേരെ ലാസ്റ്റിക്ക് അടിച്ചെടുക്കുകയും ചെയ്യാം. ഒരു ലൈൻ ഒന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവിടെ ഒരു മടക്കുണ്ടാവുമല്ലോ, അത് നോക്കിയിട്ട് നമുക്ക് അടിച്ചു കൊടുത്താൽ മതി. താഴെ നമ്മൾ ഒരു മുട്ടുസൂചി കുത്തി കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് അടിച്ചെടുക്കാൻ സാധിക്കും. എഡ്ജൊക്കെ ലോക്കിട്ട് തയ്ച്ചതിന് ശേഷം ഇതേപോലെ ബാലൻസ് വന്ന ആ 1/4 ഇഞ്ച് ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ കുറച്ച് കൂടുതലുണ്ട്. അപ്പോൾ അതങ്ങോട്ട് കട്ട് ചെയ്ത് കളയുക. കണ്ടില്ലേ, ഫ്രണ്ടിൽ ഒന്നും കാണാതെ നല്ല കറക്റ്റ് ഫ്രില്ല് വന്നില്ലേ നോക്കിയേ. ഇനി ഈ പ്ലീറ്റൊക്കെ സൈഡിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലെ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ് എടുത്തിട്ട് നമുക്ക് അവിടെ ഒന്ന് അടിച്ചു കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. നമുക്ക് ഇത് മുഴുവനും ഇതേപോലെ കുഞ്ഞു പ്ലീറ്റാക്കി വെച്ചതിന് ശേഷം ബാക്ക് ഇതിനകത്തേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. കണ്ടില്ലേ, ബാക്കിൽ ഈ ഒരു കറക്റ്റ് ലെങ്ത്ത് ഇതിലേക്ക് അറ്റാച്ച് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കിടന്ന് ബുദ്ധിമുട്ടുന്നത്. അതിനൊരു എളുപ്പ വിദ്യയുണ്ട്, ഞാനിവിടെ അതും കൂടി ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഫ്രണ്ടിൽ 1/4 ഇഞ്ചിൻ്റെ ഒരു നല്ല ഇലാസ്റ്റിക് അല്ലേ വെച്ചത്. സൈഡിൽ നമുക്ക് ഇതേപോലെ മാസ്കിനൊക്കെ വെക്കണ ചെറിയ ഇലാസ്റ്റിക് ഉണ്ടല്ലോ, അതും ഇതേപോലെ തന്നെ ഒരു 10 ഇഞ്ചിൻ്റെ എടുത്തിട്ട് അതും നേരത്തെ ചെയ്ത പോലെ തന്നെ മുട്ടുസൂചി കുത്തി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അതേ ഫ്രണ്ടിൽ ഞാൻ മുട്ടുസൂചി കുത്തുന്നില്ല, ഞാൻ ജസ്റ്റ് ആ മിഷ്യത്തിൻ്റെ സൂചി ഒന്ന് കുത്തി കൊടുത്തതിന് ശേഷം താഴേക്ക് മാത്രം ഞാൻ ഇലാസ്റ്റിക്കിൽ ഒരു മുട്ടുസൂചി കുത്തി കൊടുക്കുന്നുള്ളൂ കേട്ടോ. കണ്ടില്ല, വളരെ സിമ്പിളായിട്ട് നമുക്ക് അടിച്ചിങ്ങോട്ട് എടുക്കാൻ സാധിക്കും. ചെറിയൊരു ഇലാസ്റ്റിക് അല്ലേ, അധികം പണിയൊന്നുമില്ല. സൈഡിലാണെങ്കിൽ നമുക്ക് നല്ല പ്ലീറ്റ് കിട്ടുകയും ചെയ്യും. ഇതേ കണ്ടില്ലേ, സൈഡിൽ നല്ല പ്ലീറ്റ് കിട്ടിയിരിക്കുന്നത്. ഇനി ഈ പ്ലീറ്റ് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ ഈ പ്ലീറ്റോടുകൂടി തന്നെ നമുക്കൊന്ന് അടിച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഞാനിവിടെ ഷേപ്പ് ചെയ്ത് കൊടുത്തപ്പോൾ മാത്രമേ ഞാൻ അടിച്ചു കൊടുത്തുള്ളൂ. നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേപോലെ തന്നെ പ്ലീറ്റ് ഒന്ന് അടിച്ച് അവിടെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇപ്പുറത്തെ സൈഡിലും കൂടി ഞാൻ ഇതേപോലെ ലാസ്റ്റിക്ക് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഷോൾഡർ രണ്ടും ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്ക് ബാൻഡിൻ്റെ സൈഡ് ഇതേപോലെ പീസ് വെച്ചിട്ട് നമുക്ക് അടിച്ച് അപ്പുറത്തേക്ക് മറിച്ച് കൊടുക്കാം. ഞാനിവിടെ തുന്നുന്നില്ല, അടിച്ച് മറിച്ച് വെക്കുകയാണ്. ഇനി നമുക്ക് ബാക്ക് സൈഡും കൂടി ഇതേപോലെ തന്നെ ഒരു പീസ് വെച്ച് ഉള്ളിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. സമയമില്ലാത്തതുകൊണ്ട് എനിക്കിത് തുന്നിയെടുക്കാൻ പറ്റിയില്ല. ഞാനിത് ബാക്ക് സൈഡ് അടിച്ച് തന്നെയാണ് എടുത്തത്. ശരിക്കും തുന്നിയെടുത്താലേ കാണാൻ ഭംഗി ഉണ്ടാവുള്ളൂ കേട്ടോ. അതിനുശേഷം ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും കൂടി ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഫ്രണ്ട് സൈഡിൽ നമുക്ക് ഇതേപോലെ മടക്കി അടിക്കാനുള്ള സ്പേസ് അവിടെ കൂടുതലുണ്ട്. നമ്മൾ 5 ഇഞ്ച് എടുത്തുകൊണ്ടാണ് നമുക്കിങ്ങനെ കിട്ടിയത്. 2 ഇഞ്ചാണെങ്കിൽ നമുക്കൊരു പീസ് വെച്ച് ബാക്ക് സൈഡ് ചെയ്ത പോലെ തന്നെ ചെയ്യേണ്ടി വരും. ഇത് 5 ഇഞ്ച് എടുത്തുകൊണ്ട് തന്നെ നമുക്ക് കണ്ടില്ലേ, വേറെ പീസൊന്നും വേണ്ട, ഉള്ള പീസിൽ നിന്ന് തന്നെ നമുക്ക് ഇതേപോലെ ഒരു 1 ഇഞ്ചിൽ മടക്കി അടിക്കാനുള്ളത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതും നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി 2 സൈഡിലും മുട്ട് സൂചി കുത്തിയതിന് ശേഷം നമുക്ക് ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഒരു ചുരിദാർ വെച്ചിട്ട് തന്നെയാണ് ഞാനത് ഷേപ്പ് ആക്കാൻ നോക്കിയേക്കണത്. അപ്പോൾ ഇതേപോലെ പ്ലീറ്റുകൾ ഞാൻ നേരത്തെ അടിച്ചിട്ടൊന്നുമില്ല, നമുക്ക് ഷേപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ ആ പ്ലീറ്റുകൾ നമുക്ക് ചെയ്ത് കൊടുക്കാം. എല്ലാത്തിനും ശേഷം നമുക്ക് വേണമെങ്കിൽ ആ സൈഡിൽ വെച്ചിരിക്കുന്ന ഇലാസ്റ്റിക് നമുക്ക് അഴിച്ച് കളയാട്ടോ. ഞാനിവിടെ ചെയ്തിട്ടില്ല, അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച്. പിന്നെ ഞാൻ എപ്പോഴും ഇതേപോലെ അടിച്ചതിന് ശേഷം മാത്രമേ ഞാൻ ബാക്ക് സൈഡ് ഓപ്പൺ ചെയ്യുള്ളൂ. ബാക്ക് സൈഡ് ആയാലും ഫ്രണ്ട് സൈഡ് ആയാലും എനിക്ക് ഇങ്ങനെ ചെയ്യുമ്പോഴേ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. കട്ട് ചെയ്യുമ്പോൾ തന്നെ ഇതേപോലെ 2 പീസ് ആക്കിയിട്ടുണ്ടെങ്കിൽ ആകെ കൊളായി പോലാണ് എനിക്ക്. അപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടാറുണ്ട്. എത്ര പേര് ഇങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഇതൊരു സേഫ് മെത്തേഡാണ് എന്നെ സംബന്ധിച്ച്. ഇതിന് എന്തോരം ശാസ്ത്രീയ വശമുണ്ടെന്ന് എനിക്കറിയില്ല. എന്നാലും കുഴപ്പമില്ല, ഞാൻ മിക്കപ്പോഴും ബ്ലൗസ് വയ്ക്കുമ്പോൾ എനിക്ക് കറക്റ്റായിട്ട് കിട്ടാറുണ്ട്. അപ്പോൾ അതിനുശേഷം ഇതേപോലെ പീസ് വെച്ചിട്ട് നമ്മൾ ഹുക്കിൻ്റെ സംഭവങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അളവുകളൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല, പലർക്കും അറിയാൻ പറ്റും. അങ്ങനെ ഹുക്കൊക്കെ വെച്ച് പിടിപ്പിക്കുന്നുണ്ട്. ഞാൻ ഒരു 6-7 ഹുക്ക് വരെ വെച്ച് പിടിപ്പിക്കേണ്ടി വന്നു. കാരണം നമ്മൾ ബാക്ക് സൈഡ് അധികം ഇറക്കിയിട്ടൊന്നുമില്ല.
പറ്റൂലല്ലോ. തട്ടിക്കൂട്ടി തയ്ച്ചതാണെങ്കിലും ഫൈനൽ ലുക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടോ. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ക്രോപ്പ് ടോപ്പാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കർക്കിടകത്തിൻ്റെ മരുന്നഞ്ഞൊക്കെ കുടിച്ച് എൻ്റെ വയറൊന്ന് ഇത്തിരി വീർത്തിരിക്കേണ്ട, അല്ലെങ്കിൽ എനിക്ക് ചെറിയ രീതിയിൽ വയറൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ എനിക്ക് ഈ ഷഗ് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഇങ്ങനത്തെ ഡിസൈൻ ആയതുകൊണ്ട് തന്നെ എന്തോ പോലെയാണ് എനിക്ക് തോന്നിയത്. അപ്പം ഞാൻ വേറൊരു ഷോൾ എടുത്തിട്ട് വേറൊരു ടൈപ്പ് ഉണ്ടല്ലോ, വാട്ടർഫാൾ ഷഗ് എന്ന് പറഞ്ഞിട്ട് ആ സംഭവം ഞാനൊന്ന് ചെയ്ത് നോക്കി. അപ്പോൾ അതിൻ്റെ വീഡിയോ ഇതിനകത്ത് അറ്റാച്ച് ചെയ്തിട്ടില്ല. അത് പെട്ടെന്ന് തന്നെ ഞാനൊന്ന് റെഡിയാക്കിയതാണ്, സൈഡൊന്നും വെട്ടിക്കൊടുത്തിട്ടില്ല. എന്നാലും എനിക്ക് അത് നല്ല കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ട് ഇതേപോലെ ഒരു ഷോൾ ഇരുന്ന കാരണം ഞാൻ രക്ഷപ്പെട്ട്. വാട്ടർഫാൾ ജാക്കറ്റിൻ്റെ ആ വീഡിയോ ഞാൻ വേറെ ദിവസം ഒരു ഷോർട്ടായിട്ട് ഇടാം കേട്ടോ. അപ്പോൾ ഈ ജാക്കറ്റിൻ്റെ ഞാൻ ഷോർട്ടായിട്ട് ഞാൻ വേറെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പാൻറ്റിൻ്റെ ഞാൻ ഇതേപോലെ തന്നെ ഒരു ചെറിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ഒന്ന് കണ്ടു നോക്കണം. അങ്ങനെ ഇത് മൂന്നും കൂടി തയ്ച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല വില കുറഞ്ഞ രൂപത്തിൽ നമുക്ക് പുതിയൊരു സ്റ്റൈലൻ ഡ്രസ്സ് തയ്ച്ചെടുക്കാൻ സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇതേപോലെ വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരുന്ന കിഡ്സ് മാൻ ബൈ ഷാലിമ.